ഹായ്, ഐ എം കോൺഫിഡൻറ്റ് വിമൻ മൂവ്മെന്റിലേക്ക് സ്വാഗതം. വീക്ക് 1 അതായത് ഡേ 2 ആണിന്ന്. പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുന്ന സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡേ 1 പ്രൊക്രാസ്റ്റിനേഷൻ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണുക. ഇന്ന് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ കൊണ്ട്, അതായത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്നലെ പ്രൊക്രാസ്റ്റിനേറ്റ് എങ്ങനെ ചെയ്യും, ചെയ്യാനായിട്ട് കാരണമാകുന്ന തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നലെ നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിങ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ തോട്ട്സ് വർക്ക് ചെയ്യാം, എങ്ങനെ തോട്ട്സിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ, അതായത് കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോൾ, നീട്ടി വെക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കുറച്ച് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഫീലിങ്സിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഫീലിങ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. റെഡി അല്ലേ? നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ എനിക്ക് അറിയേണ്ടത്, എന്താണ് നിങ്ങൾ നീട്ടിവെക്കാൻ ഉദ്ദേശിച്ച ടാസ്ക്? ഇന്നലെ നമ്മൾ കുറച്ച് ടാസ്കുകൾ എഴുതിയായിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് നമുക്കറിയേണ്ടത്, ആ ടാസ്കുകൾ നീട്ടി വെക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റി വെക്കുമ്പോൾ അല്ലെങ്കിൽ പലതും നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ എന്താണ് ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്നത് എന്താണ്? ഫീൽ ചെയ്യുന്നത് ആം, ആ, അതെ, ഫിയർ ഓഫ് ഫെയിലിയർ. അതായത് നമുക്ക് ആ, പേടിയുണ്ടാവും, തോറ്റു പോകുമോ എന്നുള്ള പേടികളുണ്ട് അല്ലെ. പിന്നെയോ, പിന്നെ എന്താണ് വരുന്നത്? ചിലപ്പം നമ്മൾ വല്ലാണ്ട് ചെയ്ത് ചെയ്ത് ചെയ്ത്, അതായത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി തളർന്നു പോകും അല്ലെ. വേണ്ടാന്ന് വെക്കും, അങ്ങനെ കാര്യങ്ങൾ വേണ്ട ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യണ്ടെന്ന് തന്നെ തോന്നി അല്ലെ. അപ്പൊ ഇത് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്ത് തീർന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതായത് നമ്മൾ മനഃപൂർവ്വം നമ്മൾ മാറ്റി വെക്കുന്നതാണല്ലോ. അപ്പൊ ഇനി അത് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഉള്ളിലൊരു കുത്തു വരും, അതായത് ഒരു കുറ്റബോധം വരും നമുക്ക് അല്ലെ. പിന്നെയോ, പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ടാണ്, നമ്മളുടെ കഴിവുകളിൽ ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടുകൾ വരുന്നുണ്ട്. ഇങ്ങനെ കുറെ കുറെ ഫീലിങ്സ് നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഫീലിങ്സ് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ഇങ്ങനെയുള്ള ഫീലിങ്സ് ആണ്. ഈ ഫീലിങ്സ് ഉണ്ടാവുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് ഈ ടാസ്ക്, അത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കുകയും വേണം. കാരണം തീർത്താൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന ഒരു പ്രധാന ശീലം തന്നെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അതായത് കാര്യങ്ങൾ നീട്ടി വെക്കുക, മാറ്റി വെക്കുക. അപ്പൊ ഈ ഫീലിങ്സ്, അതായത് നമ്മൾ നീട്ടി വെക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ഫീലിങ്സ്, ഇതല്ലേ നമ്മൾ ആദ്യം കളയേണ്ടത്. അപ്പൊ ഇതെങ്ങനെ കളയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ശ്രമിച്ചാലോ? അപ്പൊ എല്ലാരും ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നെഞ്ചിൽ കൈ വെക്കുക. നമുക്ക് ഫീലിങ്സിൽ വർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്നത് ഏറ്റു പറയുക. വോയിസും മ്യൂസിക്കും ക്ലിയർ അല്ലേ? കുറച്ച് സൗണ്ട് കൂട്ടണം. ഓക്കെ അല്ലേ? എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, കണ്ണുകൾ അടയ്ക്കുക, നെഞ്ചിൽ കൈ വയ്ക്കുക, കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പറയുന്നത് ഏറ്റു പറയാ കേട്ടോ. പരാജയം ഭയന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ തടസ്സപ്പെടുത്തുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും ഈ പരാജയ ഭീതി കാരണം
ഞാൻ അകറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ വേണ്ടാന്ന് തന്നെ വെക്കുന്നു. ഇതിന്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. എന്നെ വിശ്വസിക്കുന്നതിൽ നിന്ന് അതിനേക്കാളും എന്നെ സംശയിക്കാനാണ് ഞാൻ കൂടുതലും ശ്രമിക്കുന്നത്. എന്റെ കഴിവുകളെയും കപ്പാസിറ്റിയെയും വിശ്വസിക്കാതെ സംശയിക്കുകയാണ് ഞാൻ ചെയ്തത്. അതിന്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. പെർഫെക്റ്റ് ആകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച് പലപ്പോഴും തളർന്നും മടുത്തും പോയതിന്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഭയം കാരണം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നതിന് ഐ എം സോറി. എന്റെ വെർത്ത്, എന്റെ മൂല്യത്തെ വിശ്വസിക്കാതെ, എന്റെ കഴിവുകളെ പൂർണ്ണമായും വിശ്വസിക്കാതെ, മനസ്സിലാക്കാതെ എന്നെ 2ാം തരത്തില് ചുരുക്കിയതിന് ഐ എം സോറി. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് എന്നിലെ കുറവുകൾ മാത്രം ശ്രദ്ധിച്ച് കുറ്റബോധം കൂട്ടിയതിന് സോറി. എനിക്ക് ചുറ്റിനുമുള്ള എന്നിലേക്ക് വരുന്ന അവസരങ്ങൾ കാണാതെ, ശ്രദ്ധിക്കാതെ, പരാജയത്തിൽ മാത്രം ശ്രദ്ധിച്ച്, പരാജയത്തെ ഭയന്ന് മാറി നിന്നതിന് പ്ലീസ് ഫോർഗീവ് മീ. എന്റെ കപ്പാസിറ്റിയെ സംശയിച്ച്, എന്റെ കഴിവുകളെ സംശയിച്ച് സന്തോഷിക്കാനുള്ള എന്റെ അവകാശം ഞാൻ തന്നെ ഇല്ലാതാക്കിയതിന് പ്ലീസ് ഫോർഗീവ് മീ. മിസ്റ്റേക്സ് എന്നാൽ മനുഷ്യ സഹജമാണ്. പക്ഷെ ഒരു മിസ്റ്റേക്ക് പോലും വന്നാൽ ഞാൻ എന്നെ ശ്വാസം മുട്ടിക്കും, ബുദ്ധിമുട്ടിക്കും. അതിൽ നിന്ന് പിന്മാറാനും അല്ലെങ്കിൽ പലവട്ടം തളർന്നതിനും മുന്നേറാൻ എന്നെ പുറകോട്ട് വലിച്ചതിനും പ്ലീസ് ഫോർഗീവ് മീ. പരാജയം വരുന്നത് ശ്രമിക്കുന്നവരിൽ മാത്രമാണ്. ശ്രമങ്ങളാണ് വിജയത്തിലെത്തുന്നത്. വിജയവും പരാജയവും ശ്രമങ്ങളുടെ 2 ഭാഗങ്ങളാണ്. പരാജയമില്ലാതെ വിജയമില്ല. അതെനിക്ക് വലിയൊരു തിരിച്ചറിവാണ്. താങ്ക് യു. പരാജയം, ഭയം, കുറ്റബോധം എല്ലാം തന്നെ ഞാൻ റിലീസ് ചെയ്തു.
അതിന്റെ ഭാരവും ഞാൻ കളഞ്ഞിരിക്കുന്നു. താങ്ക് യു. എന്റെ കഴിവിൽ സ്വയം സംശയിക്കുന്നതിന് പകരം ആത്മവിശ്വാസം വളർത്താനാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ കഴിവിനെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. പ്രോഗ്രസ്സിലാണ് നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പെർഫെക്ഷനിലല്ല. പെർഫെക്റ്റ് ആവുന്നതിലും ആയാലും ഇല്ലെങ്കിലും അത് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കാര്യങ്ങൾ നിരന്തരം ചെയ്യുക എന്നതിലാണ് കാര്യം. അതിൽ നിന്ന് എനിക്ക് സംതൃപ്തിയും സന്തോഷവും ആത്മവിശ്വാസവുമാണ് കിട്ടുന്നത്. അതെല്ലാം ഞാൻ തിരിച്ചറിയുന്നു. താങ്ക് യു. എല്ലാരും പെർഫെക്റ്റ് അല്ല. അത് മനുഷ്യ സഹജമാണ്. എന്നെ തന്നെ ഹീല് ചെയ്യാൻ സാധിച്ചതിന്, എന്നിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിച്ചതിന്, എന്നിൽ സന്തോഷം കണ്ടെത്താൻ സാധിച്ചതിന് താങ്ക് യു. ഐ ലവ് യു. എന്ത് വെല്ലുവിളി സംഭവിച്ചാലും എനിക്ക് നേരിടാൻ മാത്രമുള്ള കാര്യങ്ങളാണ് എന്നിലേക്ക് വരുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. എനിക്കതുണ്ടാക്കി തന്നതിന്, എന്നിലുള്ള കഴിവ്, അതിലുള്ള വിശ്വാസം എല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയതില് ഐ ആം സോ ഹാപ്പി. ഐ ലവ് യു. കുറ്റബോധവും തളർച്ചയും ഒക്കെ മാറ്റി സമാധാനവും ആത്മവിശ്വാസവും സംതൃപ്തിയും എന്റെ ഉള്ളിൽ നിറച്ചത് ഞാൻ തിരിച്ചറിയുന്നു. So happy. I am confident. I love myself. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. Deep breath എടുക്കുക. വായിലൂടെ ശ്വാസം പുറത്തേക്ക്. കണ്ണുകൾ തുറക്കുക. കൈകൾ റബ്ബ് ചെയ്യാം. മുഖത്ത്
റബ്ബ് ചെയ്യാം. ഓക്കെ. ഓക്കെ, എന്ത് തോന്നുന്നു? നല്ല ഹാപ്പിനെസ് തോന്നും. ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. അത് നമ്മള് ഉണ്ട്, എന്തോ സമാധാനമുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ അതായത് നമ്മള് പരാജയത്തെ പേടിക്കേണ്ടതുണ്ടോ? ഇല്ല, ശ്രമിക്കുന്നതിനെ കൊണ്ടാണല്ലോ പരാജയം വരുന്നത്. അതാണ്, ല്ലോ. ശ്രമിച്ചിട്ടില്ലെങ്കിൽ പരാജയം ഇല്ല. അതെ. ശ്രമിക്കുക. നമ്മൾക്ക് നേരിടാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ മുന്നിൽ വരുള്ളൂ. നമുക്കത് നേരിടാൻ പറ്റും. അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ നമുക്കുണ്ട്, അല്ലെ? അതെ. അപ്പൊ അത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഫീലിങ്സ് നമ്മൾ മനസ്സിനടുത്ത് കളയാം. അപ്പം ഡേ 1 തോട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്, ഡേ 2 ഫീലിങ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഇത് പ്രാക്ടീസ് ചെയ്തിപ്പോ നമ്മൾ ഈ വീഡിയോ ഇത് വീഡിയോ ആയിട്ട് നമ്മൾ റെക്കോർഡിംഗ് ആയിട്ട് തന്നെ ഇടുന്നുണ്ട് ഷംസി. അപ്പൊ ഇത് ആർക്കാണെങ്കിലും ഇത് കാണാം. ഇത് യൂട്യൂബിലാണ് ഇടുക. യൂട്യൂബിന്റെ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടും. ഇനി വരുന്നവർക്ക് കൊടുക്കുമ്പോൾ ഷംസി അവർക്ക് കാണാൻ പറ്റും, കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾക്ക്, കാരണം ഇനിയിപ്പോ നമ്മൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുവാണല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നതല്ല, നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ക്ലാസ് തന്നെയാണ് റെക്കോർഡായിട്ട് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും അത് കാണുക, എല്ലാവരും കാണും, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പൊ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്ര എല്ലാവർക്കും വേണ്ടു.